കള്ളുകുടി, സിഗരറ്റ് വലി, കഞ്ചാവ് ഇതൊക്കെ മോശമാണ്, അത് ചെയ്യരുത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്തവേ പോയി, ഇല്ലാത്തവൻ മാസമായി. അങ്ങനെയുള്ളൊരു ജനറേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു കുഴിയിലേക്ക് നമ്മൾ എടുത്ത് ചാടുന്നതിന്റെ മുന്നേ നമ്മളുടെ കൂടെ നിന്ന് കൈയടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ. ഒരു കുഴിയിൽ നമ്മൾ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവും. ഓക്കെ, വെൽ സൈഡ് ബ്രോ. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ മൈൻഡിലൊന്ന് ചിന്തിച്ചു പോയിക്കാണ്. ഇപ്പോൾ കള്ളിൻ്റെ വിഷയത്തിൽ ഒരു എക്സാമ്പിൾ വരാം. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്. അത്താനി ജിബിരിലിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കാലനോട് പറഞ്ഞു, ലഅനല്ലാഹു, അള്ളാഹു ശപിച്ചു, അൽ ഖംറ, കള്ളിനെ ശപിച്ചു. അപ്പോൾ ബായിഹ മുബ്താഹ സാഖിഹ മുസ്കാഹ വാസിരിഹ മുഅ്തസിരിഹ മുഹ്തമിലിഹ കുറേ പറയുന്നുണ്ട്. അതായത് കള്ള് കുടിച്ചോനെ മാത്രമല്ല ശപിച്ച്, ഓൻ ആ കള്ള് ഇവിടുന്ന് വാങ്ങി ഓനെ ശപിച്ചു. ആൾ കള്ള് ആരാണ് നമുക്ക് കൊടുന്നെടുത്ത് അയാളെ ശപിച്ചു. അതിലുള്ള കാരണക്കാരെ മുഴുവൻ ശപിച്ചു. ഞാനിപ്പോൾ ഒരു കള്ള് ഓർഡർ വേറെ ആൾക്കാണ് കൊടുത്തത്. അപ്പോൾ ഓനത് പീടിയിൽ പോയിട്ട് ഓൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഇത് ഇന്നയാൾക്ക് എനിക്ക് കൊടുന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കാരണക്കാരായ മുഴുവൻ പേരും ശപിച്ചു. കാരണം എന്താ അറിയോ, അത് മനുഷ്യനെ കൊല്ലും. ലഹരി എന്നുള്ളത് മനുഷ്യനെ കൊല്ലും. അപ്പോൾ അതിന് വഴി വെച്ചവരെ മുഴുവൻ ശപിച്ചു. ഇപ്പം എനിക്ക് കൊടുക്കുന്ന ആൾക്കാരൊന്നും കള്ള് കുടിച്ചിട്ടില്ലല്ലോ, പക്ഷെ എനിക്ക് അതിനുള്ള കാരണക്കാരായി എന്നുള്ളവർക്ക് ഒരൊക്കെ ശപിച്ചു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അത് അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് എല്ലാവരും ശപിച്ചത്. കാരണം ലഹരി എന്നുള്ളത് മനുഷ്യനെ കൊല്ലും. അത് വാസ്തവമാണ്. അത് പ്രവാചകനോ അല്ലെങ്കിൽ ഖുർആനോ ബേസ്ഡ് വെച്ചിട്ടല്ല ഞാൻ പറയണത്. അത് ഉപയോഗിച്ചവർക്കറിയാം, അത് കൊല്ലും. അതുകൊണ്ടാണ് പറയണത്, നമ്മളതിലേക്ക് എത്തിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ലാസ്റ്റ് കുഴി ചാടിയതിനു ശേഷം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലഹരി ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെങ്കിൽ പ്ലീസ് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും മൊത്തത്തിൽ അടിത്തറ തോട്ടിക്കളഞ്ഞതിന് ശേഷകരം നിങ്ങൾ ചിന്തിക്കുക വേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്.